ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് തീപിടിച്ചു. ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ തീപിടുത്തമുണ്ടായത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി പുക നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീപിടുത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുകയിൽ സമീപവാസികളായ ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇവർക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം പ്രാഥമിക ചികിത്സ നൽകി. എന്നാൽ ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് 1 വർഷമായി മാലിന്യം കൊണ്ടുവന്നിട്ടില്ലെന്ന് മേയർ IP പോൾ പറഞ്ഞു. ട്രഞ്ചിംഗ് ഗ്രൗണ്ട് പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും ഇതിനായി ഭരണസമിതിയുടെയും പൂർണ്ണ പിന്തുണ വേണമെന്നും മേയർ വ്യക്തമാക്കി. ഒരിക്കലും തീ പിടിക്കുന്നത് പ്രവചനാതീതം ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാനൊക്കില്ല. എല്ലാവരും സഹകരണത്തോടു കൂടി ഇവിടെ നല്ലൊരു സസ്യഭൂമിയാക്കി മാറ്റണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതേസമയം കഴിഞ്ഞ ദിവസവും ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് തീപിടിച്ചിരുന്നു. ഇതിനു മുൻപ് നടന്ന തീപിടുത്തം 7 ദിവസത്തിന് ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ ഇടയ്ക്കിടെ തീപിടുത്തമുണ്ടാകുമ്പോൾ സ്വന്തം വീടുകൾ വിട്ട് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് ഓരോ ലാലൂർ നിവാസികൾക്കുമുള്ളത്. കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവരുമായി ലാലൂർക്കാർ ഇവിടം വിട്ട് പലായനം ചെയ്താണ് രക്ഷ നേടുന്നത്. ലാലൂരിനെ കലാപരിപാടികൾ നടത്തുന്ന മനോഹരമായ ഗ്രൗണ്ടാക്കി മാറ്റുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CS ശ്രീനിവാസൻ TCVയോട് പറഞ്ഞിരുന്നു. ഇത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ്. ഏകദേശം 14.5 ഏക്കർ സ്ഥലം വരുന്ന തൃശ്ശൂരത്തെ ഏറ്റവും വിസ്തൃതമായ ഗ്രൗണ്ട് ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടാണ്. ഇത് ജനങ്ങൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ ഇതെങ്ങനെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ അതിൻ്റെ നടപടി ഉണ്ടാകും. അതിൻ്റെ 1ാം ഘട്ടം എന്ന നിലയ്ക്കാണ് ലാലൂർക്ക് മാലിന്യം കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിച്ചത്. അതിജീവനത്തിന്റെ പുതിയ മാറ്റത്തിനായി വർഷങ്ങളുടെ സമരത്യാഗങ്ങൾ അനുഭവിച്ച് ലാലൂർ ജനത കാത്തിരിക്കുകയാണ്. ലാലൂർ എന്ന് കേട്ടാൽ തിരിഞ്ഞു നോക്കാൻ മടിക്കുന്നവർ ഇവിടേക്ക് വരുന്ന ദിനങ്ങൾക്കായി. TCV ന്യൂസ്, തൃശൂർ.